Hello guys, welcome back to my channel. അതെ, ഇപ്പം വിജയുടെ പുതിയൊരു പടം ഇറങ്ങാൻ പോവാണ്, ജനനായകൻ. സത്യം പറഞ്ഞാൽ ഹാപ്പി അല്ല. അതെ അല്ലേ, ഒട്ടും ഹാപ്പി അല്ല. സത്യം. എന്താണ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഒരു ഇമോഷണലി ഒരു വീഡിയോ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. സത്യം പറയല്ല ഗൈസ്, ഞാൻ വിജയുടെ ഫാനായത് എങ്ങനെയാണ് തുടങ്ങിയ സത്യം പറഞ്ഞ ജില്ല മൂവി കണ്ട് അതിനകത്തിലെ പുള്ളിയുടെ ക്യാരക്ടർ ഞാൻ പോക്കിരി രാജ പോക്കിരി അതെ, ഞാൻ ജില്ല മൂവി കണ്ട അതിനകത്ത് നിന്നാണ് ഫാൻ ഇതായത്. എൻഡ് ഓഫ് ആൻ ഇറ അങ്ങനെ വേണേലും പറയാം. അതെ, അവസാനത്തെ പഴം അതിന്റെ ട്രെയിലർ. പിന്നെന്താ പറയാ, എന്താ പോലെ അതെ, ഭയങ്കര ഇമോഷൻ. അവസാനത്തെ ട്രെയിലർ ഭയങ്കര ഒരു കാലത്തൊരു വിജയ് എന്ന് പറഞ്ഞ കട്ട ഫാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. തലപതി അണ്ണൻ ഉയർ അല്ലേ, വിജയ് എന്ന് പറയുമ്പോൾ പടം ഇറങ്ങിയാൽ മതിയായിരുന്നു ആഗ്രഹിക്കാറുണ്ട്. എന്താണ്, തമിഴ് എന്ന് പറയുമ്പോഴേ മൈൻഡ് വരുന്ന തലപതി വിജയ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് രജനികാന്ത് അങ്ങനെയൊക്കെ പോകുന്നത് അല്ലേ. അപ്പം എല്ലാവരും പറയുന്നത് ഇത് എന്താണ്, മറ്റേ പടത്തിന്റെ എന്താ, കേസരിയോ, ഭഗവത് കേസരി. അതിനകത്തിലെ എന്തോ എന്താണ്, അതിനകത്തിലെ കുറച്ച് സീനുകളൊക്കെ ഇട്ട് അതിന്റെ കോപ്പിയാന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നിയ ആ സിനിമ കണ്ടവര് ഈ സിനിമ കാണാൻ നിൽക്കരുത്. പക്ഷെ അങ്ങനെയല്ല, ആ സിനിമ കണ്ടിട്ടില്ല, ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കാണുക. അതെ, ലാഗ് അടുപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ അറൗണ്ട് 1 മിനിറ്റ് മേലെ കാണുമല്ലേ. ഓക്കെ ഗൈസ്, അത് ഞാൻ ലാഗ്. നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോവാം. ലാസ്റ്റ് ഫൈനൽ തലപതി വിജയ് ട്രെയിലർ ഗൈസ്. മെസ്സേജ് വരുന്നു, ആരോ ഫോട്ടോ വെച്ചിട്ടുണ്ട്. തലപ്പത്തി ഓ ഏതാ ആന മുട്ടുകുത്തുന്നോ. ഇത് മാറ്റി ഇതായി. ചേഞ്ച് ചെയ്യണ്ടേ അല്ലേ, എല്ലാത്തിനകത്തൊരു ചേഞ്ച്. നിർത്തി കാണുന്ന എന്തിനാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഉണ്ട് ഗൈസ്, ഒന്നും തോന്നരുത്. അതിനൊരു മ്യൂസിക് സ്റ്റാൻഡ് എഴുതാണ് കേട്ടോ. ഭഗവത് കേസരി തന്നെ അതെടുത്ത് വെച്ച പോലുണ്ട്. അതെ, അതെന്റെ സ്പൂഫാണ്. ഇനി എനിക്ക് നല്ല ഡൗട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ചില ഉറക്കെ പറഞ്ഞു, അത് ഇനി സ്പൂഫാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ പുള്ളിക്കാരൻ്റെ മോളെ ആർമിയിലേക്ക് പോലെന്തോ ആഗ്രഹം, അച്ഛനാഗ്രഹം. അപ്പം മോളോട് പറയുകയാണ്, മോൾക്ക് താല്പര്യമില്ലായിരിക്കും. നോക്കാം, ഇതൊരു ആർമിയുടെ ഒരു സംഭവം. അടുത്ത വീഡിയോ സോഫ്റ്റ് കോപ്പി. ഞാനൊക്കെ എന്തുവാ വെച്ചേക്കുന്നത്. മറ്റേ പൊളിറ്റീഷ്യൻസ് പൂജ ഹെഡ്ജ് ഒക്കെ ഉണ്ട്. പെണ്ണുങ്ങളെ എന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചു, ഞാനത് കണ്ടില്ലല്ലോ.
വേണ്ടാട്ടോ നീ. ഏതാടാ അടി? അതെ അണ്ണ വந்தாച്ചടാ. ചോറിലടാ പറ്റിയത്. മാസാണ് ഈ മെയിൻ്റെ പടം. പിന്നെ എല്ലാ പടത്തിന്റെ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അതാണ് പൊളിറ്റിക്ഷൻ, അടി, തല്ല് എല്ലാം ഉണ്ട്. പഴയ പടത്തിലുള്ള എല്ലാ സംഭവം. എന്തായാലും നോക്കട്ടെ. ഓ ഫേവറേറ്റ് ലുക്കാ പോലീസിൽ നിന്ന് വന്നിറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക്. എനിക്ക് ആ ലുക്കിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. വിജയ് പോലീസ് ലുക്കിൽ വേറെ ലെവലാണ്. പക്ഷെ പോലീസ് അല്ലാത്ത ലുക്കും വേറെ ലെവലാണ്. മെയിൻ திரும்பி போற ஐடியாவே இல்ல. I am coming. ചാട്ടോറല്ലോടാ അത്. ജനനായകൻ ഒരു സൈഫൈ പടം തന്നെ. സൈഫൈയും അതിന്റെ ഇടയിൽ ഒരു കൂട്ടിക്കൊഴുത്തിലുണ്ട്. ഇത് എന്തിനൊന്നും അല്ലല്ല, എന്തോ റോബോട്ട് ലിങ്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ റോബോട്ട് എന്തോ ഇതിനകത്ത് കണക്ഷൻ? വിജയുടെ ഒരു സൈഫൈ പടം ഇറങ്ങണമെന്ന്. അല്ല, റോബോട്ട് എന്തോ ഇതിനകത്ത് കണക്ഷൻ? റോബോ അതിനകത്തൊന്ന് വന്ന് എഴുന്നേറ്റ് എനിക്ക് മനസ്സിലായില്ല. ഐ നോ യു നോ. ജനുവരി 9 റിലീസ്. നല്ലൊരു ട്രെയിലർ, നല്ല കാണുമ്പോ അറിയാം. എപ്പിക് കൂൾ ട്രെയിലർ അല്ലേ? ലാസ്റ്റ് ട്രെയിലർ ആന്ന് പറയുമ്പോ ഒരു മൈൻഡില് എന്തോ നല്ല വിഷമമുണ്ട്. എന്താ പോലെ. പിന്നെ ലോകേഷിന്റെ സംഭവം അയ്യോ, അല്ല അത് പറയാതിരിക്കാനും പറ്റത്തില്ല. കാര്യം വിജയും കമൽഹാസനും എല്ലാരും കൂടെ ഒന്ന് ഒത്തിച്ചു ഒന്ന് കൂടുന്ന ഒരു സാധനം. അതെല്ലാവരുടെയും കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ പ്രതീക്ഷ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇനിയിപ്പോ വിജയുടെ അവസാനത്തെ പടം എന്നൊക്കെ പറയുമ്പോ ഇത് ലോകേഷ് ഡയറക്റ്റ് ആയതുകൊണ്ട് അങ്ങനല്ല, എന്നാലും നല്ല പടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇതെങ്കിലും വിജയിച്ചാ മതിയായിരുന്നു. അതേ ഉള്ളൂ. ഇത് തമിഴ്നാട്ടിൽ എന്തായാലും ഹിറ്റ് ആവും, അതുറപ്പാ. തമിഴ്നാട്ടിൽ എന്തായാലും ഹിറ്റ് ആവും, ഹിറ്റ് ആവാതിരിക്കത്തില്ലല്ലോ. ഇലിയോ ഒക്കെ സെറ്റ് സാധനം. ഈ എന്താണ് മറ്റേ മിസ്റ്റർ ബീസ്റ്റ്, മറ്റേ ബീസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്തുവാ അത് പറയുന്നില്ല. എന്തായാലും ലോകേഷ് പുള്ളി വേറെ ഏതോ യൂണിവേഴ്സാണ്, സത്യം പറയുന്നത് അല്ലേ? എന്തായാലും എനിക്കിത് കാണണം. എന്തായാലും ദൽപതി അണ്ണന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രെയിലർ അറ്റ് ലാസ്റ്റ് അല്ലേ? പുള്ളി ഇങ്ങനെ ഇനിയും വേറെ പടം കൊണ്ടുവരത്തില്ലെന്ന് കണ്ടത് എല്ലാവർക്കും, എല്ലാ ഫാൻസിനും ഒരു ഹോപ്പ് കൊടുക്കും. ലാസ്റ്റിലായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. പുള്ളി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ പുള്ളി ഹീസ് ഡസൻ കെയർ. പക്ഷെ എന്താണ് പുള്ളി മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഫാൻസിലേ ഉള്ളൂ പ്രശ്നം അല്ലേ? അതാണ്. അപ്പൊ ഗൈസ് എല്ലാരും പോയി പടം കാണുക. കേസരി കാണാതെ ഇത് പോയി കാണുക. ഓക്കെ, കണ്ടവർ ഇതും കാണുക, കാണാത്തവർ ഇത് കാണുക. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വീണ്ടും ഇത് പോയി കാണരുത്. ഓക്കെ, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പം റിയ ഒപ്പീനിയൻ വീഡിയോ ആയിട്ട് വന്നിരിക്കും. അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സിൻ്റെങ്കിലും വീഡിയോ ഇട്ടിരിക്കും. ഞാൻ ഉറപ്പ് വരുന്നു ഗൈസ്, ഉറപ്പ് വരുന്നു. എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ തലപതിയുടെ തന്നെ ആയിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇട്ടത്. 2 days റിലീസായിട്ട്. അപ്പോൾ ഗൈസ് വിഷമത്തോടെ എൻ്റെ ഫാനേറ ഫിലിം ഇൻഡസ്ട്രിയിലെ അല്ലേ എന്താ പോലെ
ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, സീ യു ഗൈസ്.